ബിജെപി സർക്കാരും കോൺഗ്രസ് സർക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മദ്രാസിലെ IIT വിദ്യാർത്ഥികളോട് എണ്ണിപ്പറഞ്ഞ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. വിദ്യാർത്ഥികളുടെ ചോദ്യത്തിന് മറുപടിയായിട്ടായിരുന്നു രാഹുലിന്റെ പ്രതികരണം. രാജ്യത്തിന്റെ വിഭവ വിതരണം നീതിപൂർവം വിതരണം ചെയ്യുകയും അങ്ങനെ സമഗ്രമായ വളർച്ച ഉണ്ടാക്കുന്നതാണ് കോൺഗ്രസും UPA പിന്തുടരുന്ന രീതിയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. എന്നാൽ BJPക്ക് ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ നയമാണുള്ളത്. സാമ്പത്തിക വളർച്ചയെ ട്രിക്കിൾ ഡൗണിൽ മാത്രമാണ് അവർ ഊന്നൽ നൽകുന്നതെന്നും ജനങ്ങൾ ഐക്യത്തോടെ ജീവിക്കണമെന്നതാണ് തങ്ങളുടെ നിലപാടെന്നും രാഹുൽ എടുത്തു പറയുന്നുണ്ട്. സ്വകാര്യവൽക്കരണത്തെക്കാൾ സർക്കാർ പിന്തുണയിലൂടെ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിന് ഇന്ത്യ മുൻഗണന നൽകേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ഊന്നി പറഞ്ഞു. ഇതിന്റെ വീഡിയോ സഹിതം അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ജനങ്ങൾക്ക് നിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കേണ്ടത് രാജ്യമാണെന്നും എല്ലാം സ്വകാര്യവൽക്കരിക്കുന്നതിലൂടെ ഇത് സാധ്യമല്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം. സർക്കാർ സ്ഥാപനങ്ങൾ തന്നെയാണ് എക്കാലത്തും രാജ്യത്തെ മികവുറ്റ സ്ഥാപനങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇക്കഴിഞ്ഞ ദശാബ്ദത്തിൽ ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിച്ച കാര്യങ്ങളും അതിനു മുൻപത്തെ ദശാബ്ദവും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്നുള്ള വിദ്യാർത്ഥികളുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. താൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നടത്താൻ ആഗ്രഹിക്കുന്ന വിവിധ പരിഷ്കാരങ്ങളെ കുറിച്ചും രാഹുൽ വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്തു. ഇടത്തരക്കാരുടെയും ദരിദ്രരുടെയും ചിലവിൽ സമ്പന്നർക്ക് പ്രയോജനം ചെയ്യുന്ന സാമ്പത്തിക നയമാണ് ട്രിക്കിൾ ഡൗൺ നയം. ഇത് ഒടുവിൽ സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ സഹായിക്കുമെന്ന വിശ്വാസമാണ് BJPക്കെന്നാണ് രാഹുൽ പറഞ്ഞത്. സാമ്പത്തികമായി ഉയർന്ന ആളുകൾക്ക് നികുതികളിലും മറ്റും ഇളവ് നൽകുന്നതും കടം എഴുതിത്തള്ളുന്നതും ഇതിൽപ്പെടും. ആളുകൾ കുറവുള്ള സമൂഹം കൂടുതൽ യോജിപ്പുള്ള രാജ്യത്ത് മികച്ച രീതിയാണ് ട്രിക്കിൾ ഡൗൺ നയമെന്നും രാഹുൽ പറയുന്നുണ്ട്. ഏതൊരു ഭരണകൂടത്തിന്റെയും പ്രാഥമിക കടമ പൗരന്മാർക്ക് മികച്ച വിദ്യാഭ്യാസം ഉറപ്പാക്കലാണ്. സ്വകാര്യവൽക്കരണത്തിലൂടെയും സാമ്പത്തിക നയങ്ങളിലൂടെയും നമുക്കിത് നേടാനാവില്ല. കൂടുതൽ പണം വിദ്യാഭ്യാസ മേഖലയിലേക്കും പൊതുവിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ വിപുലീകരിക്കുന്നതിലേക്കും കേന്ദ്രീകരിക്കണമെന്ന് രാഹുൽ തന്റെ വിദ്യാർത്ഥികളുമായുള്ള കൂടിക്കാഴ്ചയുടെ ഭാഗം എക്സിൽ പോസ്റ്റ് ചെയ്തു കുറിച്ചു. കുട്ടികളുമായുള്ള സംഭാഷണം പരമ്പരാഗത തൊഴിൽ വീഥികളിൽ നിന്നും മാറി ചിന്തിക്കുന്നതിനെക്കുറിച്ചും പുതുമകൾ സ്വീകരിക്കുന്നതിനെക്കുറിച്ചും അവരുടെ അഭിനിവേശങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനെക്കുറിച്ചും കേന്ദ്രീകരിച്ചായിരുന്നുവെന്ന് രാഹുൽ പറയുന്നുണ്ട്. ഗവേഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിലൂടെയും ഇന്ത്യയെ ഒരു ആഗോള നേതാവായി ഉയർത്താൻ കഴിയുമെന്നും സംഭാഷണം കുട്ടികളുടെ ഉൾക്കാഴ്ച തുറന്നു കാണിച്ചുവെന്നും ഭാവിയെക്കുറിച്ച് പ്രതീക്ഷ നൽകുന്നതാണെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. കുട്ടികളുടെ ഭാവനയെ വളർത്താൻ ഉതകുന്നതല്ല നിലവിലെ വിദ്യാഭ്യാസ രീതി. ഇടുങ്ങിയതും മുകളിൽ നിന്ന് താഴേക്കുമുള്ള സംവിധാനമാണ് നിലവിലുള്ളതെന്ന് താൻ കരുതുന്നുവെന്നാണ് രാഹുൽ പറയുന്നത്. പല തൊഴിലുകളെയും വിദ്യാഭ്യാസം വില കുറച്ചു കാണുന്നു. 4 or 5 തൊഴിലുകൾക്കാണ് അത് മുൻഗണന നൽകുന്നത്. അതിനാൽ മാറ്റങ്ങൾ താൻ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നും രാഹുൽ വിദ്യാർത്ഥികളോടുള്ള സംവാദത്തിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. വളർന്നു വരുന്ന തലമുറകളാണ് എന്നും ഇന്ത്യയുടെ പ്രതീക്ഷയെന്ന് രാഹുൽ പലപ്പോഴും പറയാറുണ്ട്. ഇതിനു മുൻപും രാഹുൽ വിദ്യാർത്ഥികളുമായി ഇത്തരം കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു.